ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജയം പറയാണ്, ഇപ്പോൾ വിജയം നമുക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അച്ഛാ, അതുകൊണ്ടൊന്നും അല്ലല്ലോ അച്ഛാ. പക്ഷെ ഇനി ഒരു പരസ്യം കൊടുക്കണ്ടേ? അതെങ്ങനെ കൊടുക്കുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് ഈ പറഞ്ഞ സത്യം തന്നെയാണ്. നമുക്കൊരു പരസ്യം തന്നെ കൊടുക്കണം. ആ പരസ്യം അത് ഗംഭീരവുമായിരിക്കണം. എല്ലാവരും ആകർഷിക്കുന്ന രീതിയിൽ വേണം പരസ്യം കൊടുക്കാനായിട്ട്. ഒരു സെലിബ്രിറ്റി തന്നെ ആകണമെന്നാണ് എൻ്റെ ഒരു താല്പര്യം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനി പറയാണ്, പരസ്യം കൊടുത്തോ, അതിപ്പോൾ എന്താ കുഴപ്പം, സെലിബ്രിറ്റി തന്നെ ആയിക്കോട്ടെ, അത് നമുക്ക് മുത്തശ്ശനെ വെച്ച് തന്നെ ആയാലോ എന്ന് ചോദിച്ചപ്പോഴേക്കും പോടാ, അവനൊരു സന്തോഷം കണ്ടില്ലേ? നിനക്കിപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണെന്ന് എനിക്ക് മനസ്സിലായി. അത് പിന്നെ അച്ഛാ ഇല്ലാതിരിക്കോ? അവൻ MD സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ വൻ ഭയങ്കര സന്തോഷം തന്നെയല്ലേ അവനുണ്ടാകുള്ളൂ. പക്ഷേ എന്ന് വിചാരിച്ച് എൻ്റെ പൊന്നാനി നിനക്കേ തേരാപ്പാര നടക്കാൻ പറ്റുമെന്ന് നോക്കണ്ട. നീയേ ആദർശിനെ സഹായിച്ച് ആദർശിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഇനിയൊരു തകർച്ച എനിക്കത് സഹിക്കാൻ പോലും പറ്റില്ല എന്ന് പറയാം. ഇത് കേട്ട് നമ്മുടെ അനിയാണെങ്കിൽ അതിനെന്താ മുത്തശ്ശ, ആദർശേടൻ തിരിച്ചു വന്നില്ലേ, അപ്പം പിന്നെ ഇനി എന്ത് തകർച്ച ഉണ്ടാവാനാണ്? അയ്യടാ, അവൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അല്ല തകർച്ച ഉണ്ടായത്. അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. അപ്പം നമ്മുടെ ആദർശിൻ്റെ മുഖഭാവം ഒന്ന് മാറുകയാണ് മുത്തശ്ശ. അങ്ങനെ പറയരുത് മുത്തശ്ശ. ആർക്കാണെങ്കിലും ചെറിയൊരു വീഴ്ചയൊക്കെ സംഭവിക്കാം. ഇപ്പോൾ ആദർശേടൻ തന്നെ എല്ലാം തെളിയിച്ച് വീണ്ടും MD കസേരയിലേക്ക് വന്നിരിക്കുകയല്ലേ. അപ്പം പിന്നെ എന്താണ് മുത്തശ്ശ കുഴപ്പം എന്നൊക്കെ ചോദിക്കുമ്പോൾ, കുഴപ്പമുണ്ട്. നീയും ആദർശിൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം. നിന്നെ MD സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു മാറ്റിയതേ അത് നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടിയല്ല. എല്ലാ കാര്യങ്ങളും വീണ്ടും ഉത്തരവാദിത്തോടെ വീണ്ടും ചെയ്തു തുടങ്ങണം. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങളുടെ നിശ്ചയം എത്രയും പെട്ടെന്ന് കല്യാണം നിശ്ചയം ഒക്കെ നടത്തണമെന്നും പറയാണ്. ഇത് കേട്ട് നമ്മുടെ ഈ അനിയുടെ മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ്. എന്നാൽ അതൊന്നും അവർ കാര്യമാക്കാനായിട്ട് നിൽക്കുന്നില്ല. കണ്ടോ, പറഞ്ഞപ്പോൾ തന്നെ അവൻ്റെ മുഖം ആകെ ഡള്ളായി. പറയുമ്പോൾ അവൻ്റെ മുഖം ഡള്ളാവട്ടെ, പക്ഷേ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഇവരുടെ നിശ്ചയം നടത്തും. അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. നിശ്ചയം നടത്തുമെന്ന് പറഞ്ഞാൽ നടത്തിയിരിക്കും എന്ന് മുത്തശ്ശൻ പറയാണ്. അതൊക്കെ ഇരിക്കട്ടെ മുത്തശ്ശ, മുത്തശ്ശൻ മോഡലായിട്ട് പോകാനായിട്ട് തയ്യാറാണോ? മുത്തശ്ശനെ മോഡലാക്കിയാലോന്നാണ് ഞങ്ങളൊരു ആഗ്രഹം. അത് അതേപോലെ തന്നെ നടന്നു കഴിഞ്ഞാൽ സന്തോഷമായി. കൊള്ളാം, അടിപൊളിയായിരിക്കും. മുത്തശ്ശനെ മോഡലാക്കി വെച്ച് കഴിഞ്ഞാലേ ഒരു പേരുവിടാ, വിശ്വസ്തൻ്റെ പ്രതിരൂപം, മൂർത്തീസ് കമ്പനി എന്നും കൂടി അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും മുത്തശ്ശ എന്ന് പറയാണ്. ഒന്ന് പോടാ, എനിക്കിപ്പം മോഡലാകാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് ഒരു പരസ്യത്തിനുള്ളൊരിത് കണ്ടെത്ത്, നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ എന്നും പറയാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. അപ്പോൾ നയനയാണെങ്കിൽ ഈ ബുക്കുകളും ഡിസൈനൊക്കെ എടുത്ത് നോക്കുക. ആ സമയത്താണ് ആദർശ് കയറി വരുന്നത്. അപ്പോൾ ആദർശ് കയറി വന്നിട്ട് ചോദിക്കുകയാണ്, നയനെ നീ എന്തേ നോക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ നമ്മളെന്നാ കോമ്പറ്റീഷനിൽ ഞാൻ വരച്ച ഡിസൈനില്ലേ, ആ ഡിസൈനൊന്നും കൂടി നോക്കുമായിരുന്നു ആദർശേട്ടാ എന്ന് പറയുമ്പോൾ, അത് ശരി, നീ വരച്ച ഡിസൈൻ നീ തന്നെ നോക്കി ആസ്വദിക്കുകയാണോ നയനെ എന്ന് ചോദിക്കുമ്പോൾ, അതെ അന്ന് ഭയങ്കര വെപ്രാളത്തോടു കൂടി തന്നെയല്ലേ വരച്ചത്, ഒന്നും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല, നന്നായിട്ട് വീണ്ടും നോക്കാനൊന്നും പറ്റിയില്ല, മനസ്സിലെ വല്ലാത്തൊരു ആദിയായിരുന്നു. അതുകൊണ്ട് ഇപ്പം ജസ്റ്റ് ഒന്നെടുത്ത് നോക്കിയതേ ഉള്ളൂ. കൊള്ളാം. അതെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതേ നയന, നമുക്കൊരു പരസ്യം കൊടുക്കണ്ടേ? നമ്മളേതായാലും വിജയിച്ചു, വമ്പൻ വിജയത്തിലേക്ക് തന്നെയാണ് പോയത്. പക്ഷേ അതുകൊണ്ട് തീർന്നില്ല, നല്ലൊരു പരസ്യം കൊടുക്കണമെന്ന് മുത്തശ്ശൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതെങ്ങനെ കൊടുക്കണമെന്ന് പോലും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതിനെന്താ ആദർശമായിട്ട് ഇങ്ങനെ ആലോചിക്കാനുള്ളത്? നമുക്ക് ഒരു ഉഗ്രൻ പരസ്യം കൊടുത്താലോ? ഇപ്പം ഏതായാലും ലോകകപ്പ് നടക്കുകയാണല്ലോ, ആ സമയത്ത് വലിയൊരു പരസ്യം തന്നെ നമുക്ക് കൊടുത്തു കളഞ്ഞേക്കാം. എന്താ നീ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ നമുക്ക് കുറേ ഫുട്ബോൾ ടീമുകളെ വിളിക്കണം. ഈ ഫുട്ബോൾ പ്രേമികളെയൊക്കെ, നമ്മളടക്കം നല്ല ഫുട്ബോൾ പ്രേമികളാണല്ലോ, അപ്പോൾ വിളിച്ചിട്ട് ഈ പ്രാവശ്യം ആരാണ് ജയിക്കാനായിട്ട് പോകുന്നത്, നാളത്തെ കളി ആര് ജയിക്കും, ലോകകപ്പ് ആരടിക്കും, ഇങ്ങനെ ഓരോ ദിവസം ഓരോ ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം പറയുന്നവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കും. അങ്ങനെ നമ്മുടെ മൂർത്തീസ് കമ്പനിയുടെ പരസ്യവും നമുക്ക് പ്രസിദ്ധീകരിക്കാം. എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും. നയനെ ആ ഒരു ഐഡിയ കൊള്ളാലോ, നീ മിടുക്കിയാണ് കേട്ടോ, ഈ ഒരു ഐഡിയ നല്ല വർക്കൗട്ടാവും. ഏതായാലും
ഇങ്ങനൊരു സംഭവം പൊളിച്ചു എന്ന് പറയാണ്. ആദർശേട്ടാ, അത് നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മളും അർജന്റീനയുടെ ആൾക്കാരാണല്ലോ. അപ്പോൾ ആര് ജയിക്കും, എങ്ങനെ ജയിക്കും എന്നൊക്കെ ഇവർ തന്നെ അങ്ങോട്ട് മുൻകൂട്ടി പറയട്ടേന്നേ. അപ്പോൾ നമുക്കും അതിൻ്റെ ഒരു ത്രില്ല് കിട്ടും. നമ്മൾ സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും അതിനുള്ളൊരു ത്രില്ല് കിട്ടും എന്നും പറയാണ്. ശരി നയനെ, ഞാനിപ്പോൾ ഏതായാലും ഇപ്പം തന്നെ പോയി അച്ഛനോട് കാര്യങ്ങളെല്ലാം പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഈ ആദർശ് നേരെ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പം മുത്തശ്ശൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആദർശ് വന്നിട്ട്, മുത്തശ്ശ ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ? അതെ, നയനയില്ലേ, നയന ഒരു ഐഡിയ പറഞ്ഞു. നമ്മുടെ കമ്പനിക്ക് പരസ്യം കൊടുക്കുന്നൊരു ഐഡിയ ആണ് പറഞ്ഞത്. എന്ത് ഐഡിയ അവൾ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് വേറൊന്നുമല്ല, നമുക്ക് ഫുട്ബോളിനെ വെച്ച് തന്നെ ഒരു പരസ്യം കൊടുത്താലോ? ഫുട്ബോളിനെ വെച്ചോ? അതെ, ഇപ്പൊ ലോകകപ്പ് നടക്കുകയല്ലേ, ആ സമയത്ത് ഫുട്ബോളിനെ വെച്ച് തന്നെ നമുക്ക് പരസ്യം കൊടുക്കാം. അതായത് ഓരോ ദിവസം ആരൊക്കെ കളി ജയിക്കും, ലോകകപ്പ് അടിക്കാൻ പോകുന്നത് ആരായിരിക്കും, അങ്ങനെ ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യനുകളും ഈ ഫുട്ബോൾ ടീമിനോട് നമ്മൾ ചോദിക്കും. കറക്റ്റായിട്ട് ഉത്തരം പറയുന്നവർക്ക് മൂർത്തീസ് കമ്പനിയുടെ വക വലിയൊരു സമ്മാനം. ഏതായാലും ഓണത്തിന് മുമ്പ് തന്നെ, ഓണത്തിന് മുമ്പ് തന്നെ ഈ ലോകകപ്പ് തീരുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അതുവരെയായിട്ടും നമ്മൾ ഓരോ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കില്ലേ? ആ ഒരു ഐഡിയ കൊള്ളാലോ ആദർശേ. എനിക്കും വലിയ വലിയ താല്പര്യങ്ങളുണ്ട്. ആര് ജയിക്കും എന്നുള്ളൊരു താല്പര്യം. അർജന്റീന ഈ പ്രാവശ്യം കപ്പ് കൊണ്ടുപോകാനാണ് സാധ്യത എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പം നമുക്ക് ഓരോരുത്തരോടും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഓരോ മറുപടിക്കും ആകാംക്ഷപൂർവ്വം നമുക്ക് ഇരിക്കാലോ. അത് ശരിയാ മുത്തശ്ശ. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ അല്ലേ? അങ്ങനെ തന്നെ ആവട്ടെ. ഇതിനു മുമ്പ് നമ്മൾ കുറേ സമ്മാനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ഈ ഫുട്ബോളിന് വെച്ചിട്ട് സമ്മാനം കൊടുക്കാം. അർജന്റീനയുടെ, അതായത് മെസ്സിയുടെ അവസാന ലോകകപ്പാ അത്. എടാ, മെസ്സിക്ക് തന്നെ കിട്ടോടാ, അർജന്റീന കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുമ്പോൾ, വല്ലാത്ത കഷ്ടമാണ് മുത്തശ്ശ. കുറച്ച് റിസ്ക് പിടിച്ച കാര്യമാണ്. കാരണേ കളിക്കാരൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. എടാ, എന്നാലും ആദ്യം അടിച്ചത് നമ്മുടെ മെസ്സി തന്നെ അല്ലേടാ. പിന്നെന്താടാ കുഴപ്പം? അത് പിന്നെ ചെറിയ ചെറിയ കളിക്കാരോട് കളിച്ചിട്ടാണ്. വമ്പൻ കളിക്കാർ ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ മുത്തശ്ശ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാ സംഭവിക്കാമെന്ന് അറിയാലോ എൻ്റെ പൊന്നടാ. എനിക്കത് സഹിക്കാൻ പോലും പറ്റില്ല. അന്നേ അർജന്റീനയും ഫ്രാൻസും കൂടി കളി കളിച്ചിട്ടേ എൻ്റെ നെഞ്ച് കിടന്ന് ഇടിക്കുകയായിരുന്നു ആര് ജയിക്കും എന്നുള്ളൊരു കാര്യത്തിൽ. ദൈവമേ, ഈ പ്രാവശ്യം അർജന്റീന ജയിച്ചാൽ മതിയായിരുന്നു എന്ന് മുത്തശ്ശന് ഭയങ്കര ഒരു ആകാംക്ഷ, ഭയങ്കര ഒരു താല്പര്യം തോന്നുകയാണ് ഈ ഒരു കാര്യത്തിൽ. ശരി മുത്തശ്ശൻ ഏതായാലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് നോക്കാം കളി ആരാ ജയിക്കാനായിട്ട് പോകുന്നതെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് പോവുകയാണ്. മുത്തശ്ശനാണെങ്കിൽ ഭയങ്കര വെപ്രാളം തോന്നുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജലജയെ അഭി വിളിക്കുകയാണ്. അഭി വിളിച്ചു കഴിഞ്ഞിട്ട് അഭി ചോദിക്കുകയാണ്, എന്തായമേ കാര്യങ്ങളൊക്കെ? ഞാൻ അവിടെ തന്നെ ജോലിക്ക് പോട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ അങ്ങോട്ട് ജോലിക്ക് പോകണ്ട എന്ന്. അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. നീ അതിൽ വേറെ കൂടുതലൊന്നും എന്നോട് ചോദ്യം ചോദിക്കണ്ട. നിന്റെ ഭാര്യ അങ്ങോട്ട് പോവുകയാണല്ലോ, നിന്റെ ഭാര്യ ഇവിടെ പിടിച്ച് നിർത്തണം. അവളെ അങ്ങോട്ട് വിടാനായിട്ട് പാടില്ല. എൻ്റെ പൊന്നമ്മേ, എനിക്ക് അവളെ വിടാതിരിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അമ്മ പറഞ്ഞിട്ട് പോലും അവൾ കേൾക്കുന്നില്ല. പിന്നെയാണ് ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ പോകുന്നത്. അവൾ പോണെങ്കിൽ പോട്ടെ. പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞല്ലേ, ഞാനവിടെ ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്. ആ എഗ്രിമെൻ്റ് അവസാനിക്കാതെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് കഴിയില്ല. പാരിതോഷികം കൊടുക്കേണ്ടി വരും. ഇതൊക്കെ കൊടുക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ നാഗേന്ദ്രനില്ലേ, അയാളോടൊപ്പം നീ ജോലി ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അമ്മേ, എൻ്റെ അച്ഛനെ പോലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും എനിക്കറിയണ്ട. നീ എത്രയും പെട്ടെന്ന് റിസൈൻ ചെയ്തോടാ, അല്ലെങ്കിൽ ഞാനും നീയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കും. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഈ അനിയുടെയും അവന്തികയുടെയും കല്യാണം നടക്കാനായിട്ട് നീ നോക്ക്. അതാണ് നല്ലത്. അല്ലാതെ ഇവരെയും വെറുപ്പിച്ചുകൊണ്ട് നീ അവിടെ പോയി ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അതാണ് ഞാൻ ഈ പറയുന്നത്. നീ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചോളൂ. എൻ്റെ ദൈവമേ, അമ്മയോട് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? നീ ആ ഡേവിഡ് സാറിനെ പോയി ഒന്ന് കാണ്, എന്നിട്ട് കാര്യങ്ങളെല്ലാം പറ. എന്നിട്ട് നീ അവിടുത്തെ എല്ലാ സംഭവങ്ങളും അവസാനിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വാ. അതായിരിക്കും നല്ലത് എന്നും പറയാണ്. ശരി എന്നും പറഞ്ഞുകൊണ്ട് നേരെ ഈ നേരെ നാഗേന്ദ്രനെ കാണാനായിട്ട് ചെല്ലുക. അപ്പോൾ നാഗേന്ദ്രനെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നാഗേന്ദ്രനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്.
അപ്പോൾ അച്ഛൻ എനിക്കത് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് അമ്മ അച്ഛൻ്റെ ഒപ്പം ജോലി ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറയുന്നത്? അവളങ്ങനെ പറയും. അവളങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എനിക്കറിയാം അവളുടെ രീതികളെല്ലാം എന്താണെന്നൊക്കെ. ചില രഹസ്യങ്ങളെല്ലാം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോഴേക്കും എന്ത് രഹസ്യമാണ് അച്ഛാ? അതിന് മാത്രം ഈ അമ്മ അച്ഛനെ വെറുക്കാൻ വേണ്ടി എന്ത് രഹസ്യമാണ് നിങ്ങളുടെ ഇടയിൽ ഒളിഞ്ഞിടക്കുന്നത്? അതൊക്കെ വഴിയെ പറയാം. അതേതായാലും ഇപ്പം നീ അറിയാൻ നിൽക്കണ്ട, അധികം താമസിയാതെ അറിയും. ജലജ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്നൊക്കെ നിനക്ക് മനസ്സിലാകും മോനെ. നീ ഏതായാലും ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ പൊയ്ക്കോന്നേ. നീ ഏതായാലും അമ്മ പറയുന്നത് പോലെ കേൾക്ക്. അവന്തികയുടെയും അനിയുടെയും കല്യാണം നടക്കാനുള്ളതാണല്ലോ. അപ്പം നീ അമ്മ പറയണമെന്ന് കേൾക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് നീ അമ്മ പറയുന്നത് കേട്ട് അവിടെ നിന്നാൽ മതി. നീ വീട്ടിലോട്ട് പോയി സ്വസ്ഥമായിട്ടിരുന്നോ. നിനക്കുള്ള പൈസ നിനക്ക് ശമ്പളം കിട്ടിയാൽ പോരെ? പൈസ ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നേക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അയ്യോ അച്ഛാ, അത് പിന്നെ എങ്ങനെയാ അച്ഛാ? അല്ല, ഞാൻ ജോലി ചെയ്യാതെ പൈസയൊക്കെ മേടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പോടാ. നിനക്ക് പൈസയോട് എത്രമാത്രം ആർത്തിയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എന്നിട്ട് അവൻ വലിയ കാര്യം പറയുന്നു. അതെ, നീ കൂടുതൽ കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല. പൈസ നിനക്ക് ഞാൻ അയച്ചു അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നേക്കാം. നീയേ സമാധാനത്തോടെ പോയി അവിടെ പോയിരിക്കുക. കൂടുതൽ പ്രശ്നത്തിനൊന്നും വഴിയൊരുക്കാൻ നിൽക്കണ്ട. കേട്ടല്ലോ മനസ്സിലായത്? മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഏതായാലും നിങ്ങൾ രണ്ടുപേർക്കുള്ള കമ്പനിയാണ് ഈ എ.എൻ. ജ്വല്ലറി. അപ്പോൾ അതിനെക്കുറിച്ച് എന്തിനാണ് ഓർത്ത് ടെൻഷൻ അടിക്കുന്നത്? അങ്ങനെ അഭി നേരെ ജലജയുടെ അടുത്തേക്ക് ചെല്ലുക. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ്, എന്തായുടെ കാര്യങ്ങളെല്ലാം? അവിടുന്ന് ജോലി വിട്ട് വന്നോ? വന്നു. ഇത് വല്ലാത്തൊരു കഷ്ടമുണ്ട് അമ്മേ. എന്തിനാണ് അവിടുത്തെ ജോലി വിടുന്നത്? ഒരു ശമ്പളം ഉണ്ടായിരുന്നാണ്, അതും അമ്മ ഇല്ലാതാക്കാൻ വേണ്ടിയാണോ? എടാ ഞാനൊരു കാര്യം പറയട്ടെ. ആ ഡേവിഡ് സാറ് നിന്നെ വിളിച്ചു. ഈ ഡേവിഡ് സാറ് നിന്നെ വിളിച്ച് നിന്നെ അവിടുത്തെ മാനേജർ ആക്കാന്നൊക്കെ പറഞ്ഞു. മാനേജർ ആക്കുകയും ചെയ്തു. എടാ, നിന്നെ പോലൊരുള്ള ഒരുത്തന് എങ്ങനെയാണ് അവിടെ മാനേജറായിട്ട് ജോലി കിട്ടുന്നത്? അപ്പോൾ അതിലെന്തൊക്കെയോ ഗൂഢാലോചന ഉള്ളത് കൊണ്ടിട്ടല്ലേ? നിന്റെ അച്ഛൻ്റെ കമ്പനി ആയിരുന്നു എ.എൻ. ജ്വല്ലറി. അപ്പോൾ പിന്നെ നിന്നെ മാനേജറാക്കാതല്ലാതെ വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആക്കിയത്. നീ നിന്റെ അച്ഛനെ നേരത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേ ഇല്ലമ്മേ, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഞാനേ അമ്മ പറഞ്ഞപ്പോഴാണ് ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞത്. എനിക്ക് ജോലി കിട്ടിയതിൽ തന്നെ വളരെയേറെ സന്തോഷം എനിക്കുണ്ടായിരുന്നു അമ്മ എന്ന് പറയാണ്. ഇനിയേ ആ സന്തോഷങ്ങളെല്ലാം കൂടെ അവസാനിപ്പിച്ചേര്. നീ അവസാനിപ്പിച്ചിട്ടാണല്ലോ വന്നത്? അവസാനിപ്പിച്ചിട്ട് തന്നെയാണ് വന്നത്. അവനില്ല ആ നാഗേന്ദ്രൻ, അവൻ്റെ കൂടെ നിൽക്കാനേ പാടില്ല. ആ വശത്തേക്കേ അടുക്കാൻ പാടില്ല. അത്രയ്ക്കും വിഷജന്തുവാണ് ആ നാഗേന്ദ്രൻ എന്ന് പറയാണ്. അല്ല, അതല്ല ഇരിക്കട്ടെ, ഞാനൊരു കാര്യം അമ്മയോട് ചോദിക്കട്ടെ. അമ്മ എന്തിനാണ് അച്ഛനെ ഇത്രയും വെറുക്കാനുള്ള കാരണം? എന്തിനാ അങ്ങോട്ട് പോകരുതെന്നൊക്കെ അമ്മ പറയുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. അമ്മ എന്തെങ്കിലും തെറ്റ് അച്ഛനോട് ചെയ്തോ? അല്ലെങ്കിൽ അമ്മയെക്കുറിച്ചുള്ള എന്തെങ്കിലും രഹസ്യം അച്ഛന് അറിയാവോ? അതുകൊണ്ടാണോ അച്ഛനോട് അടുക്കരുതെന്നൊക്കെ അമ്മ പറയുന്നത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജലജയുടെ മുഖഭാവമാകെന്ന് മാറുകയാണ്. എന്താമ്മേ അമ്മേന്നൊന്നും പറയാത്തത്? അതെ, ഇപ്പം നീ അതൊന്നും അറിയണ്ട. ഈ കുടുംബത്തോട് അവൻ ചെയ്ത ക്രൂരതയെന്ന് എനിക്ക് മറക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞത്. നീയേ നവ്യയോടൊന്ന് സംസാരിക്കേ. നവ്യയോട് സംസാരിക്കാൻ ഞാനില്ല. ഏതായാലും അവള് പോണെങ്കിൽ പോകാതിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, എനിക്ക് ആ തടയാനായിട്ട് കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അഭി അങ്ങോട്ട് പോവാണ്. ഇങ്ങനെ അഭി നേരെ നവ്യയുടെ അടുത്തേക്ക് ചെല്ലുക. നവ്യയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നവ്യ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കേ ഡേവിഡ് സാറിനെ ഒന്ന് കാണാനായിട്ട് പോകണം കേട്ടോ അഭി. അവിടെ ചില കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനുണ്ട് എന്ന് പറയുക. കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എന്ത്? ഞാനങ്ങോട്ട് ഇനി വരുന്നില്ല, എല്ലാം തൊലഞ്ഞു. തൊലഞ്ഞെന്നോ? എന്ത് തൊലഞ്ഞു എന്ന്? എന്നോട് അമ്മ പറഞ്ഞു അങ്ങോട്ട് ഇനി ജോലിക്ക് പോകണ്ട എന്ന്. നിന്റെ അച്ഛൻ്റെ കമ്പനിയിലേക്ക് പോകണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ.എൻ. ജ്വല്ലറി എൻ്റെ അച്ഛൻ്റെ കമ്പനിയാണല്ലോ. അപ്പം അമ്മ കടുത്ത വാശിയില്ല. എനിക്കിനി അമ്മയെ ധിക്കരിച്ചുകൊണ്ട് അതൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല നവ്യേ. എല്ലാം അവസാനിപ്പിച്ചത് തന്നെയാണ്. നല്ലൊരു ജോലി ഉണ്ടായിരുന്നതാ, ആ ജോലിയും തെറിച്ചു പോയി. നിന്നോട് പോകണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷെ ഞാനത് പറയാനായിട്ട് തയ്യാറല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അല്ലടാ, നിന്റെ അമ്മയ്ക്ക് എന്തിനാ ഇപ്പം ഇത്രയും പേടി? എനിക്കത് മനസ്സിലാവുന്നില്ല. അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്. ഞാനവിടെ ജോലി ചെയ്തെന്ന് കൊണ്ടെന്ന് എന്താ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, ഈ ഡേവിഡ് സാറ് തന്നെയാണോ യഥാർത്ഥ ഓണർ? ഒരിക്കലും ഇല്ല. പിന്നെ അവിടുത്തെ സ്റ്റാഫാണോ? അങ്ങനെ ആയിരിക്കുമല്ലോ. കാരണം എൻ്റെ അച്ഛനാണ് അവിടുത്തെ ഓണർ എങ്കിൽ ഡേവിഡ് സാറ് ആയിരിക്കുമല്ലോ അവിടുത്തെ സ്റ്റാഫ്. അല്ല,
എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ. എന്തൊക്കെയോ മറഞ്ഞു കിടക്കുന്നുണ്ട്, എന്തൊക്കെയോ രഹസ്യങ്ങൾ അവർ തമ്മിലുണ്ട്. അതും എനിക്കും തോന്നിയിട്ടുണ്ട് നവ്യേ. അല്ലാതെ അമ്മ ഇങ്ങനെ കിടന്ന് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും അതൊക്കെ വിട്ടേര്, നീ പോകാൻ നോക്ക് എന്ന് പറയണം. ശരി, ഞാൻ ഏതായാലും പോവാ, എനിക്ക് ശമ്പളം കിട്ടുന്നതല്ലേ, എന്തിനാ വെറുതെ പൈസ കളയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോവാണ്. പിന്നീട് അനിയെയും നന്ദുവിനെയും കാണിക്കുകയാണ്. അപ്പൊ അനി ഭയങ്കര സന്തോഷത്തിൽ. അപ്പൊ നന്ദു ചോദിക്കണം, എന്താണ് ഇത്ര സന്തോഷം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, പിന്നെ ഞാൻ സന്തോഷിക്കാതിരിക്കോ? എൻ്റെ തലേന്ന് വലിയൊരു ഭാരമല്ല ഞാൻ ഇറക്കി വെച്ചിരിക്കുന്നത്, അപ്പോൾ ഞാൻ സന്തോഷിക്കാതിരിക്കോ നന്ദു എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാലും എടാ, നിന്റെയും അവന്തികയുടെയും നിശ്ചയം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെയാടാ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴേക്കും, എനിക്ക് ആ നിശ്ചയത്തിനോട് ഒരു താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞതാണ്. അവളോടും ഞാൻ പറഞ്ഞു എനിക്ക് അവളെ ഇഷ്ടമല്ല എന്ന്. എന്നിട്ട് പോലും അവൾ എൻ്റെ പിന്നാലെ തന്നെ നടന്നുകൊണ്ടിരിക്കുക. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവളത്ര നല്ല ആളൊന്നുമല്ല. ഈ അവന്തികയും അനാമികയും ഓരോ ഘട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ്. എടാ, നമ്മൾ പറയുന്നതൊക്കെ തെറ്റിദ്ധാരണ പോലും ആണെങ്കിലോ, ചിലപ്പോൾ അവന്തിക നല്ല കുട്ടിയായിരിക്കും, നിന്നോടുള്ള ആ ഒരു പ്രണയം കാരണമായിരിക്കും അവൾ നിന്റെ പിന്നാലെ തന്നെ നടക്കുന്നത്. പിന്നെ പ്രണയം മണ്ണാങ്കട്ട, അവൾക്ക് അങ്ങനെയൊന്നുമില്ല. അവളുടെ ആ ഒരു പെരുമാറ്റ രീതിയൊക്കെ കാണുമ്പോൾ എനിക്ക് കൂടുതൽ ഭയമാണ് വരുന്നത്. എന്നെ ആരും അങ്ങനെ പ്രേമിക്കുകയും വേണ്ട, നീ അല്ലാതെ വേറെ ആരും എന്നെ സ്നേഹിക്കേണ്ട നന്ദു എന്നിങ്ങനെ പറയുക. അപ്പം നന്ദുവിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. നന്ദു അനിയുടെ തോളത്ത് കിടക്കുകയാണ്. ഈ ഒരു രംഗം കണ്ടുകൊണ്ട് വരികയാണ് നമ്മുടെ നവീൻ വക്കീല്. ഇത് കണ്ട നവീൻ വക്കീല് ആകെ ഞെട്ടിയൊരു അവസ്ഥ നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.